തെർമോസ്റ്റാറ്റിലാണെങ്കിൽ നമുക്ക് വേണ്ട ചൂട് മാത്രമേ നമുക്ക് ശരീരത്തിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് അതിന് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത് അമർത്തുന്ന സമയത്ത് ആ ബട്ടൺ പോയി ടൈലിൽ മുട്ടും. അപ്പോൾ ഷവറിൽ വെള്ളം വരില്ല. ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷൻ്റെ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യാറ്. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ നിലവിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെയ്യേണ്ട ഒരു കാര്യം സിമ്പിളാണ്. നിങ്ങൾ ഈ ഡൈവേർട്ടർ ഊരെടുക്കുക. ഡൈവേർട്ടർ ഒരിക്കലും ഫിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ കൂടെ വെച്ച് ഫിറ്റ് ചെയ്യരുത്. ഇത് ഊരെടുത്ത് ഫിറ്റ് ചെയ്യണം. കാരണം ഇതിൽ കമ്പനി കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് ടൈല് ഫിനിഷിംഗ് ലെവലാണ് കാണിച്ചിരിക്കുന്നത്, അല്ലാതെ നമ്മൾ ഇത് വെക്കുന്നതല്ല. അതായത് തേപ്പിനൊപ്പം വെച്ച് ലെവലല്ല കേട്ടോ, ഇത് ഫിനിഷിംഗ് ലെവലാണ്. അത് ഊരെടുത്തിട്ട് ഈ കാണുന്ന സ്പ്രിങ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ സ്പ്രിങ് ഉണ്ട്, ഷവറിൻ്റെ സ്പ്രിങ്. ഇതിന് കറക്റ്റ് അളവ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വെക്കേണ്ട കറക്റ്റായിട്ട് 2.25 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് വെക്കേണ്ടത് കേട്ടോ. ഈ കാണുന്ന 2.25 ഇഞ്ചിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ലെവൽ വെക്കേണ്ടത്. അപ്പോൾ 2.25 ഇഞ്ച് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൻ്റെ ഈ ലെവലെത്തും. അപ്പോൾ നമ്മൾ ടൈൽസ് ഫിനിഷിംഗ് ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഈ ലെവലെത്തി കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് വരുന്നത്. നിലവിൽ പണ്ട് ഞാനൊരു വീഡിയോ എടുത്താൽ വൈറ്റ് ക്യാപ്പിൻ്റെ ഒപ്പം വെച്ചാൽ മതി. അന്നത്തെ പണ്ട് പറഞ്ഞാൽ ഏകദേശം 3 വർഷത്തിന് മേലായിട്ടോ. അപ്പോൾ അന്ന് പറഞ്ഞാൽ ടൈൽസ് ഒന്നും അധികം കനത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ വെച്ചാലും കുഴപ്പമൊന്നും വരില്ല കേട്ടോ, നമുക്ക് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. ഇപ്പോഴും നിങ്ങൾക്ക് ഇതിൽ വെച്ച് വർക്ക് ചെയ്യും. പക്ഷേ എന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കയറി നിൽക്കും. അപ്പോൾ ഒന്നിന് ബെറ്റർ ആയിട്ടുള്ള ഈ സ്പ്രിങ്ങിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഡൈവേർട്ടർ കാണാൻ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. അതുപോലെ ഈ കംപ്ലൈൻറ്റ് വരില്ല. ഇനിയിപ്പോൾ ഇത് നിങ്ങൾ ഒരുപാട് ഉള്ളിലേക്ക് വെച്ചില്ലെങ്കിൽ ഒരുപാട് പുറത്തേക്ക് വെച്ചാൽ പ്രശ്നം ചോദിക്കുന്നുണ്ടാവും. ഒരുപാട് പുറത്തേക്ക് വെച്ചാലും ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിടുമ്പോൾ ഈ പ്ലേറ്റ് കൺസീൽഡ് ആവില്ല. പ്ലേറ്റ് വന്നിട്ട് കൺസീൽഡ് ആവില്ല, അവിടെ പൊങ്ങി നിൽക്കും. അപ്പോൾ ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെവലിൽ ഈ ലെവൽ വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പ് നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് വെക്കുമല്ലോ, ഇത് വെക്കുമ്പോൾ ഇതിൽ സ്പിറ്റ് ലെവൽ വെക്കുക. അതേപോലെ നൂല് ലെവൽ, വാട്ടർ ലെവൽ ചെയ്തിട്ട്, വാട്ടർ ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് ഡൈവേർട്ടർ വെക്കുക നല്ലത് കേട്ടോ.